Hello, good afternoon all. Annaga voice okay ആണോ? Okay, sir. കുറച്ചുപേരോട് ജോയിൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലാണ് സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. സ്പൈറൽ മോഡൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം. നമ്മുടെ നിലച്ചക്രം പോലെയുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പം സ്പൈറൽ മോഡൽ എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. സ്പൈറൽ മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബാരി ബോം എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1988 ബാരി ബോം എന്ന് പറയുന്ന ആള് സ്പൈറൽ മോഡൽ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സ്പൈറൽ മോഡലിന്റെ തിയറി ഇതാണ്. ഇതൊരു മെറ്റാ മോഡലാണ്. സ്പൈറൽ മോഡലിന് എഴുതുക, ഹൈഫ്രണ്ട് വേണമെങ്കിൽ എഴുതാം. ഇറ്റ്സ് എ മെറ്റാ മോഡൽ. മെറ്റാ മോഡൽ എന്ന് പറയാൻ നമുക്കറിയാം, മെറ്റാ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ടു വരുമ്പോഴാണ് നമ്മൾ മെറ്റ എന്ന് പറയുന്നത്. അപ്പം മെറ്റാ മോഡൽ എന്ന് പറയാൻ കാരണം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വാട്ടർഫാൾ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. വാട്ടർഫാൾ മോഡലിന്റെ കുറച്ച് ഫീച്ചേഴ്സും നമ്മുടെ പ്രോട്ടോടൈപ്പിംഗ് മോഡലിന്റെ കുറച്ച് ഫീച്ചേഴ്സും സിസ്റ്റമാറ്റിക്കലി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്പൈറൽ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഹൈഫ്രണ്ട് എഴുതാം. ഇൻക്ലൂഡ് ഫീച്ചേഴ്സ് ഓഫ് വാട്ടർഫാൾ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. വി ആർ സെയിങ് ദിസ് ഈസ് എ സ്പൈറൽ മോഡൽ. സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് ഇവല്യൂഷണറി കോൺസെപ്റ്റ് ആണ്. ഇവല്യൂഷണറി എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റഡ് ആണ്, ഇറ്ററേഷൻ, ഒരു സൈക്ലിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിള് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ലൈഡ് നോക്കുക. ദിസ് ഈസ് ദി ഡയഗ്രാം റെപ്രസെന്റിങ് സ്പൈറൽ മോഡൽ. ഓക്കെ, ഈ കോൺസെപ്റ്റ് നോക്കുക. സ്പൈറൽ മോഡൽ ഹാവിംഗ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് വാട്ടർഫാൾ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് മോഡൽ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോട്ടോടൈപ്പ് മോഡൽ, ഒരു പ്രോട്ടോടൈപ്പ് കസ്റ്റമറിന് കിട്ടി, കസ്റ്റമറിന് ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതേ കാര്യങ്ങൾ പിന്നെന്താണ് അഡ്വാൻറ്റേജസ് വരുന്നത്? യൂസിന്റെ റിക്വയർമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നെക്സ്റ്റ് പ്രോട്ടോടൈപ്പിലേക്ക് പോവാം. കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. ഫൈനലി അയാൾക്ക് എൻ്റയർ പ്രൊജക്റ്റ് കിട്ടുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നെഗറ്റീവ്സ് ആയിരുന്നു. ഇററിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രശ്നം, റിസ്ക് മാനേജ്മെന്റ് ആയിരുന്നു നമ്മുടെ പ്രോട്ടോടൈപ്പിംഗ് മോഡലിൽ കുറച്ചൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഹൈ റിസ്ക് പ്രൊജക്റ്റിൽ, വലിയ പ്രൊജക്ട്സിൽ വേർ വി ആർ യൂസിങ് സ്പൈറൽ മോഡൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഹൈ റിസ്ക് ഉള്ള പ്രൊജക്റ്റ്. ദെൻ വെൻ ദി റിക്വയർമെന്റ്സ് ആർ കോംപ്ലക്സ്, പ്രൊജക്റ്റിന്റെ റിക്വയർമെന്റ്സ് കോംപ്ലക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ഇറ്റ് ഈസ് എ ഹൈ റിസ്ക് പ്രൊജക്റ്റ്, റിക്വയർമെന്റ്സ് ആർ കോംപ്ലക്സ്, സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. അതായത് വെൻ യൂസർ ഇന്ററാക്ട് സിസ്റ്റം ദർ ഇസ് എ ചാൻസ് ഓഫ് റിക്വയർമെന്റ്സ് ചേഞ്ചിങ്. ആ ഒരു ഓപ്ഷൻ വരുമ്പം സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ആർ എക്സ്പെക്റ്റഡ്. ദെൻ ഇറ്റ്സ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്. ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് യൂസറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ലോങ് ടേമിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് കംപ്ലീറ്റ്ലി സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കുറേ സമയം നമ്മൾ എടുക്കും. ഇറ്റ്സ് എ ലോങ് ടേം പ്രൊജക്ട്. ഈ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോടൈപ്പിംഗ് മോഡലും വാട്ടർഫാൾ മോഡലും ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്പൈറൽ മോഡലിലേക്ക് പോകുന്നത്. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. വെൻ ദി ചാൻസസ് ഓഫ് റിസ്ക് ഈസ് ഇമ്പോർട്ടന്റ്, വെൻ ദി റിസ്ക് മോർ ആണ്, ദെൻ റിക്വയർമെന്റ്സ് ആർ കോംപ്ലക്സ്, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം വി വിൽ ടേക്ക് മോർ ടൈം. ദെൻ ദർ ഇസ് എ ചാൻസ് ഓഫ് ചേഞ്ചസ്, റിക്വയർമെന്റ്സ് മേ ചേഞ്ച്. ഈ ഒരു കേസ് വരുമ്പോൾ ദെൻ ലോങ് ടേം പ്രൊജക്ട് കമ്മിറ്റ്മെന്റ്, വി ആർ ടേക്കിംഗ് മോർ ടൈം ടു സോൾവ് ദിസ് പ്രൊജക്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്പൈറൽ മോഡലിലേക്ക് പോകുന്നത്.
ജസ്ന ഷെറിൻ ഒന്ന് പറഞ്ഞേ, ഞാൻ എന്താ പറഞ്ഞത്? നിഹാല ഒന്ന് പറയാൻ പറ്റുമോ കോൺസെപ്റ്റ്? നിഹാല പ്രസന്റ് ആണോ? അജ്മൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അറ്റൻഡൻസ് കുറവാണല്ലോ ഇന്ന്, എന്ത് പറ്റി? സിനാൻ ഒന്ന് പറഞ്ഞേ, ഞാൻ എന്താ പറഞ്ഞത്? സ്പൈറൽ മോഡലിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞേ. നിതിൻ ബാബു. ഹലോ. നിതിൻ എന്താ മനസ്സിലായത്? ഇപ്പൊ നെറ്റ് ഇഷ്യൂസ് ഉണ്ടായോണ്ട്. സാരംഗ് പ്രേം. ഹലോ സർ. എന്താ സ്പൈറൽ മോഡൽ മനസ്സിലായത്? സ്പൈറൽ മോഡൽ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് വാട്ടർഫോൾ ആൻഡ് പ്രോട്ടോടൈപ്പ് മോഡലാണ്. ഓക്കെ. പിന്നെ ഇതൊരു റിവല്യൂഷണറി മോഡലാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഹൈലി റിസ്ക് ആയിട്ടുള്ള പ്രൊജക്ട്, പിന്നെ കോംപ്ലക്സ് റിക്വയർമെന്റ് ആയിട്ടുള്ള പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടൈം പ്രൊജക്ട് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് ഓരോരോ റിക്വയർമെന്റ്സിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു മോഡലായിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എഴുതുക സ്പൈറൽ മോഡൽ. വെൻ ടു യൂസ് സ്പൈറൽ മോഡൽ എഴുതുക. കോസ്റ്റ് ആൻഡ് ഹൈ റിസ്ക് ഇവാലുവേഷൻ, ഹൈ റിസ്ക് പ്രൊജക്ട്, requirements are complex. When the requirements are complex, then long term project commitment. Long term project commitment. ഇവിടെയാണ് നമ്മളൊരു സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഹലോ, സോറി, ഒരു കോൾ വന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇന്ററപ്റ്റ് ആയത്. അപ്പം ലോങ് ടേം പ്രൊജക്ട് വി ആർ യൂസിങ് സ്പൈറൽ മോഡൽ. ഡിഫറെന്റ് സ്റ്റേജസ് പറഞ്ഞു. നമുക്ക് ഓരോ ഫേസിലേക്ക് പോവാം. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് വേർ വി ആർ യൂസിങ് സ്പൈറൽ മോഡൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. We are using spiral model when high risk are involved. High risk are involved. So it is called, it's also called meta model because it is having the features of both the prototyping model and waterfall model. അത് രണ്ട് നോട്ട് ചെയ്ത് വെക്കണേ. Having the features of waterfall model and prototype model. ഇനി സ്പൈറൽ മോഡലിന്റെ ക്വാഡ്രൻസ് ആണ് ഇത്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ കുറച്ച് പോയിന്റ്സ് പറയാം. ഈ ഒരു സ്പൈറൽ മോഡലിലെ ലൂപ്പ് നമുക്കറിയാം. നേരത്തെ ഡയഗ്രം കണ്ടപ്പോൾ നിങ്ങൾ കണ്ടു ഒരു നിലച്ചക്രം പോലെ ഡിഫറെന്റ് ലൂപ്സ് അതിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട്. ആ ലൂപ്പ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടത് ആ ഒരു ലൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രൊജക്ട് മാനേജർ ആണ്. ഡിപ്പെൻസ് ഓൺ ദി കോംപ്ലക്സിറ്റി ഓഫ് ദി പ്രൊജക്ട് ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ്സ്. ആ ലൂപ്പ് വലുതായി വലുതായി വരുവാന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താ? നമ്മളെ പ്രൊജക്ട് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു ലൂപ്പ് ഇത് വെറും ഈ ക്വാഡ്രൻസ് നിങ്ങൾ ഓർക്കുക. അതായത് ജസ്റ്റ് ഒരു ലൂപ്പായിട്ട് മാത്രം കാണുക. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫസ്റ്റ് ലൂപ്പ് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ പ്രോട്ടോടൈപ്പ്. അതിലെന്തുണ്ടാവും? സം റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാവും. ദെൻ വി ആർ അഗെയിൻ ഡിസ്കസിങ് വിത്ത് കസ്റ്റമേഴ്സ്. വി ആർ ചേഞ്ചിങ് അവർ
റിക്വയർമെന്റ്സ് ആർ ചേഞ്ചിങ്, വി ആർ ഡിസൈനിങ് എ ന്യൂ സിസ്റ്റം, അതിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്രോട്ടോടൈപ്പ് കിട്ടും. ആ പ്രോട്ടോടൈപ്പ് എങ്ങനെയുള്ളതായിരിക്കും? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി വീണ്ടും കസ്റ്റമറുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, അയാളുടെ ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നു, അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു, അതിനെ ഇററൊക്കെ മാറ്റുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ഒരു പ്രോട്ടോടൈപ്പ് കിട്ടും. ഇങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് ആ വലിയൊരു പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ലൂപ്പ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ടൈം എടുക്കുന്നു, ആ പ്രൊജക്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലൂപ്പ് മാനേജ് ചെയ്യുന്നത് ആരാണ്? പ്രൊജക്ട് മാനേജർ ആണ് എന്ന് ഓർക്കുക. ലൂപ്പ് കൂടുന്നതിനനുസരിച്ച് പ്രൊജക്ട് വലുതായി വരികയാണെന്ന് ഓർക്കുക. ഓരോ സർക്കിളിലും നമുക്ക് കിട്ടുന്നത് ഒരു പ്രോട്ടോടൈപ്പ് ആണെന്ന് ഓർക്കുക. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നേഹ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്ന് പറഞ്ഞേ. നേഹക്ക് എന്ത് മനസ്സിലായി? നേഹ ഹലോ, നഫ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നഫ വലുതാവും. അതെ, ഓക്കെ. ഓരോ സർക്കിളിലും നമുക്ക് കിട്ടുന്നത് ഒരു ഇന്റർമീഡിയറ്റ് പ്രോട്ടോടൈപ്പ് ആണെന്ന് ഓർക്കുക. ഞാൻ ജസ്റ്റ് 2 പോയിന്റ്സ് പറയാം, നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ കണക്ഷൻ പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ 2 പോയിന്റ്സ് പറയാം. ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. In spiral model, preliminary design is creating എന്ന് എഴുതാം. preliminary design is creating first prototype, then evaluating its strength and weakness, defining the requirements for second prototype, and construct the second prototype, then validate it, hyphen എഴുതാ. user can evaluate this prototype, പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഡയഗ്രാം ഓക്കെ ആണോ? അഭിനവ്, അഖിൽ സിപ്പോൾ, ഡയഗ്രാം ഓക്കെ ആണോ? ഓക്കെ. So here we are starting with the first point, communication. We are starting with the communication. We are collecting information or we are analyzing the requirement from the customer. അതാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. Then second stage നോക്കുക. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരക്കുക. ഇപ്പൊ ഒന്ന് ഈ ഡയഗ്രാം ഒന്ന് വരക്കുക. സ്റ്റാർട്ടിങ് വിത്ത് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞ് വാട്ടർഫാളിൽ പഠിക്കുന്നത് പോലെ കമ്മ്യൂണിക്കേഷൻ വിത്ത് യൂസർ, സ്റ്റാർട്ടിങ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. Then second phase is planning. Planning means estimation and scheduling, risk analysis. രണ്ടാമത്തെ സ്റ്റേജ് പ്ലാനിങ്, മീൻസ് എസ്റ്റിമേഷൻ, ഷെഡ്യൂളിംഗ് ആൻഡ്
risk analysis. Then third phase is modeling. Modeling means analysis and design. System design എന്ന് പറഞ്ഞ സ്റ്റേജ് modeling include analysis and design of the system. മോഡലിംഗ് എന്ന് നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് കോഡ്. നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഓഫ് കോഡ് മീൻസ് ഇംപ്ലിമെന്റേഷൻ. കൺസ്ട്രക്ഷൻ ഓഫ് കോഡ് മീൻസ് ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ ഡിപ്ലോയ്മെന്റ്. ഡെലിവറി എന്ന് പകരം നമ്മളിവിടെ ഡിപ്ലോയ്മെന്റ് എന്ന് എഴുതി. ഡിപ്ലോയ്മെന്റ് പറയുന്നത് ഡെലിവറി ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദി കസ്റ്റമർ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ഡിപ്ലോയ്മെന്റ്. ഡിപ്ലോയ്മെന്റ് മീൻസ് ഡെലിവറി ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദി കസ്റ്റമർ. അവിടെ ഒരു സ്പൈറൽ എൻഡ് ആയിട്ടുണ്ട്. ദെൻ എഗെയിൻ നോക്കുക, എഗെയിൻ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യൂസർ. പ്ലാനിങ്, പുതിയ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. വി ആർ എഗെയിൻ ഡിസൈനിങ് ദ സിസ്റ്റം. ദെൻ വി ആർ കൺസ്ട്രക്ഷൻ, ആ ഒരു കോഡ് നമ്മൾ കൺസ്ട്രക്ഷനിൽ ഉണ്ടാക്കുന്നു. ആ ഒരു പുതിയ പ്രോട്ടോടൈപ്പിനെ നമ്മൾ ഡെലിവറി ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജസ് ആണ് നമ്മുടെ സ്പൈറൽ മോഡലിൽ ഓരോ ടൈമിലും ഉണ്ടാവുന്നത്. അനഘ ഓക്കെ ആണോ? അനഘ ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞേ. സർ, ഇതിൽ പ്ലാനിംഗ് ഉണ്ട്. ഓക്കെ. ഇതിൽ ഫസ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ റിക്വയർമെന്റ് അനാലിസിസ് അതാണ് സംഭവം. അതിൽ വേണ്ട റിക്വയർമെന്റ് അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്ലാനിംഗ് ഫേസിലേക്ക് പോകും. അവിടെ എസ്റ്റിമേഷനും ഷെഡ്യൂളിങ്ങും റിസ്ക് അനാലിസിസ് ആണ് നോക്കുക. ഓക്കെ, നമ്മൾ നോക്കുക കസ്റ്റമർ. ഒറ്റ സെക്കൻഡ്. കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വി ആർ എക്സ്റ്റാബ്ലിഷിംഗ് എൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡെവലപ്പർ ആൻഡ് കസ്റ്റമർ. നമ്മുടെ റിക്വയർമെന്റ് അനാലിസിസ് ഫേസ് പോലെ തന്നെ. പ്ലാനിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിസോഴ്സ് എന്തൊക്കെയുണ്ട്, നമ്മുടെ ടൈം ലൈൻ എത്ര വേണം, എങ്ങനെയാണ് പ്രൊജക്ട് വേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ദെൻ പറഞ്ഞോ, മോഡലിംഗിലാണ് ഒരു ഡിസൈൻ ഉണ്ടാക്കുക. ഓക്കെ, ഈ പറഞ്ഞ റിക്വയർമെന്റ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് കൺസ്ട്രക്ഷനിൽ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും. കോഡും പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് ഫേസ് ഡിപ്ലോയ്മെന്റിൽ നമ്മൾ സംഭവം ഡെലിവറി ചെയ്യും. ഫീഡ്ബാക്കും ആണ്. ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് നമ്മൾ ഡെലിവറി ചെയ്യും. ദെൻ വി ആർ കളക്ടിങ് ഫീഡ്ബാക്ക്. അഗെയിൻ റിക്വയർമെന്റ്സ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ചേഞ്ചസിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഓക്കെ, ഇനി നോക്കുക. ഇനി നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഒരു ഡയഗ്രാം നിങ്ങളൊന്ന് വരക്കുക. സ്പൈറൽ മോഡൽ can have 4 quadrants. സ്പൈറൽ മോഡലിന് 4 ക്വാഡ്രൻസ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സ്പൈറൽ മോഡലിനെ 4 ക്വാഡ്രൻസ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിൽ നിങ്ങൾ എഴുതുക ലെഫ്റ്റ് ടോപ്പിലുള്ളത്, ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ളത് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ളത് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പുള്ളത് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആണ്. ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഒരു ഹൈഫൻ ഇട്ട് എഴുതുക. ഐഡന്റിഫൈ ദി ഒബ്ജക്റ്റീവ്സ് and identify the risk associated with these objectives. സ്പൈറൽ മോഡലിൽ 4 ക്വാഡ്രന്റ് ആക്കി. ഒബ്ജക്റ്റീവ് മീൻസ് ഐഡന്റിഫൈ ദി ഒബ്ജക്റ്റീവ്സ്, വൈ വി ആർ ഡൂയിങ് ദിസ് പ്രൊജക്ട്, റിസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ഓരോ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന റിസ്ക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ളത് ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് റിസ്ക്. സെക്കൻഡ് ക്വാഡ്രന്റ് നമ്മൾ ഓരോ മെക്കാനിസം കൊണ്ടുവരണം ടു റെഡ്യൂസ് ദി റിസ്ക്. ഏതൊക്കെയാണ് റിസ്ക് എന്ന് ഐഡന്റിഫൈ ചെയ്തു. എങ്ങനെയുള്ള ഇൻപുട്ട് കൊടുത്താൽ, ഏത് മോഡൽ നമ്മൾ ഫോളോ ചെയ്താൽ ഈ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് റിസ്ക്. ദെൻ റൈറ്റില് ഡൗൺ പാർട്ടിലുള്ളത് തേർഡ് ക്വാഡ്രന്റ്. ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് ആൻഡ് വാലിഡേഷൻ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്.
ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ലെവലാണ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ. സിസ്റ്റം മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് തേർഡ് ക്വാഡ്രന്റ്, ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ്, ലെഫ്റ്റിലെ ഡൗൺ പാർട്ടിലുള്ളത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇറ്റ് ഈസ് റിവ്യൂ ആൻഡ് പ്ലാനിങ്. ഫോർത്ത് ക്വാഡ്രന്റ്, ഇറ്റ് ഈസ് റിവ്യൂ ആൻഡ് പ്ലാനിങ്. Review the result achieved so far and plan for next iteration. അപ്പം ഫസ്റ്റ് പ്രോട്ടോടൈപ്പിനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ആൻഡ് നെക്സ്റ്റ് ഐറ്ററേഷൻ മീൻസ് വി ആർ റിവ്യൂയിങ് ദി ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ആൻഡ് വി ആർ പ്ലാനിങ് ഫോർ നെക്സ്റ്റ് പ്രോട്ടോടൈപ്പ്. ഇതാണ് ഇതിലെ 4 ക്വാഡ്രൻസ്. നമുക്ക് 4 ക്വാഡ്രൻസ് ആയിട്ട് സ്പൈറൽ മോഡലിനെ ഐഡന്റിഫൈ ചെയ്താൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സാമിൻ ദി ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് ക്വാഡ്രൻസ് we are solving the identified risk. In third quadrant we are developing or testing that software. In the fourth quadrant we are delivering the project or delivering the first prototype. Then we are collecting requirements from the user. Again we are planning. ഈ ഒരു രീതിയിലാണ് പ്രോട്ടോടൈപ്പ് ഓരോ സ്പൈറൽ മോഡലും ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ സർക്കിളും, ഇത് കുറെ സർക്കിൾ ഉണ്ടല്ലോ, ഓരോ സർക്കിളും നമുക്ക് തരുന്നത് പുതിയ പുതിയ പ്രോട്ടോടൈപ്പ് ആണ്. ഓരോ ഐട്രേഷനും ചെയ്യുന്നത് എന്താണ്, ഓരോ സർക്കിളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്രോട്ടോടൈപ്പ് കിട്ടും. ഈ സ്പൈറലിലെ ഓരോ ഐട്രേഷനും പോകുന്നത് റിക്വയർമെന്റ് അനാലിസിസ്, പ്ലാനിങ്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ഡെലിവറി. അങ്ങനെയാണ് ഓരോ ഈ സ്പൈറലും ഇങ്ങനെ, ഈ ഓരോ ലൂപ്പും ഇങ്ങനെ പോകുന്നത്. ഓരോ സർക്കിളിന്റെ ഉള്ളിലും, അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഓരോ പ്രോട്ടോടൈപ്പ് ആണ്. ഈ മോഡലിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. ശ്രീഷ്മ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ശ്രീഷ്മ, ഹലോ സർ. 4 ക്വാഡ്രൻസും ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തില്ലേ? ചെയ്തു സർ. ഈച്ച് ലൂപ്പ് നമുക്ക് തരുന്നത് ഓരോ സ്റ്റേജസ് കഴിയുന്ന, ഇത് മീൻസ് ഐഡന്റിഫൈ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. ഓരോ സർക്കിളും നമുക്ക് തരുന്നത് ഓരോ പ്രോട്ടോടൈപ്പ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യാം. ഈച്ച് റൗണ്ട് ഓഫ് ദി സ്പൈറൽ, ഈച്ച് റൗണ്ട് ഓഫ് ദി സ്പൈറൽ, ഈച്ച് റൗണ്ട് ഓഫ് ദി സ്പൈറൽ identifies the subsystem, identifies the subsystem, ബ്രാക്കറ്റിൽ പ്രോട്ടോടൈപ്പ് എഴുതാം. ഈച്ച് റൗണ്ട് ഓഫ് ദി സ്പൈറൽ, അതായത് ഇതിൽ ഓരോ റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഓരോ ജിലേബിന്റെ പോലത്തെ ഓരോ റൗണ്ട് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഓരോ റൗണ്ട് നമുക്ക് തരുന്നത് ഓരോ സബ്സിസ്റ്റം ആണ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ആണ്. നെക്സ്റ്റ് എഴുതാ ഈച്ച് സൈക്കിൾ ഓഫ് ദി സ്പൈറൽ, ഈച്ച് സൈക്കിൾ ഓഫ് ദി സ്പൈറൽ ഇൻക്ലൂഡ്, ഈച്ച് സൈക്കിൾ ഓഫ് ദി സ്പൈറൽ ഇൻക്ലൂഡ് നമുക്കറിയുന്ന ആ ഡിഫറെന്റ് സ്റ്റേജസ്. ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്, ഐഡന്റിഫൈ ദി റിസ്ക്, ഡെവലപ്പ് ചെയ്യുക, വെരിഫൈ ചെയ്യുക, ഡെലിവറി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒന്നുകൂടി പറയാം. ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്, ഡിസൈൻ ചെയ്യുക, കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനെ ടെസ്റ്റ് ചെയ്യുക, ഡെലിവറി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എല്ലാ കാര്യങ്ങളാണ് ഈ ഓരോ ലൂപ്പിലും ഇങ്ങനെ വരുന്നത്. ഓരോ ലൂപ്പിൽ കഴിഞ്ഞ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ, ഒരു റൗണ്ട് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ പ്രോട്ടോടൈപ്പ് കിട്ടും. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. മസ്ന ക്ലിയർ ആണോ? മസ്ന, ജസ്ന ഷെറിൻ ക്ലിയർ ആണോ? ഓക്കെ. കാർത്തിക് ഓക്കെ ആണോ? കാർത്തികേ, അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സ്പൈറൽ മോഡൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ആൻഡ് വാട്ടർഫാൾ മോഡൽ. ദെൻ ഇതിനെ നമ്മൾ
ഡിഫറെന്റ് സ്റ്റേജസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്വാഡ്രൻസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ 4 ക്വാഡ്രൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി സ്പൈറൽ മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വരക്കേണ്ട ഡയഗ്രം ഏതാണ്? സ്പൈറൽ മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വരക്കേണ്ട ഡയഗ്രം ഈ ഒരു ഡയഗ്രമാണ്. ദിസ് ഈസ് ദ ഡയഗ്രം. സ്പൈറൽ മോഡൽ സ്റ്റാർട്ട് വിത്ത് കമ്മ്യൂണിക്കേഷൻ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പ്ലാനിങ് ആൻഡ് എസ്റ്റിമേഷൻ. മോഡൽ ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ദെൻ നമ്മൾ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഡെലിവർ ചെയ്യുന്നു, അഗെയിൻ ഈ ഒരു സർക്കിള് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സ്പൈറൽ മോഡൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹൈ റിസ്ക് ഉള്ള പ്രൊജക്റ്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഡലിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഗുഡ് ഫോർ ലാർജ് ആൻഡ് മിഷൻ ക്രിട്ടിക്കൽ പ്രൊജക്റ്റ്. അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ക്യാൻ ബി ആഡഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ഓരോ റിക്വയർമെന്റ്സിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഏർലി ഇൻ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് സൈക്കിൾ കഴിയുമ്പോൾ തന്നെ പ്രിലിമിനറി ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് നമുക്ക് കിട്ടും. സോ പ്രോട്ടോടൈപ്പിംഗ് മോഡലിന്റെ അതേ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റിനെ കിട്ടുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് പറയാം. ക്യാൻ ബി കോസ്റ്റ്ലി മോഡൽ ടു യൂസ്. ടൈം ക്രിട്ടിക്കൽ പ്രൊജക്റ്റ് ആണ്, വലിയ പ്രൊജക്റ്റ് ആണ്, സോ എന്തായാലും കോസ്റ്റ് കൂടുതലായിരിക്കും. റിസ്ക് അനാലിസിസ് റിക്വയർസ് ഹൈലി സ്പെസിഫിക് എക്സ്പെർട്ടൈസ്. അതായത് വലിയ കോഡാണ്, വലിയ പ്രൊജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ തന്നെ നമുക്ക് വേണ്ടി വരും. ചെറിയ ചെറിയ പ്രൊജക്റ്റ് ചെയ്ത ഒരു നോളജിലല്ല, നമ്മൾ വലിയ പ്രൊജക്റ്റ് ആണ് മാനേജ് ചെയ്യുന്നത്. സോ റിസ്ക് അനാലിസിസ് നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി വരും. പ്രൊജക്ട് സക്സസ് ഈസ് ഹൈലി ഡിപ്പെൻഡ് ഓൺ ദി റിസ്ക് അനാലിസിസ് ഫേസ്. വലിയ പ്രൊജക്റ്റ് ആണ്, എന്തായാലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോഡിംഗ് ഒക്കെ എറേഴ്സ് ഒക്കെ വന്നാൽ തെറ്റ് തിരുത്തേണ്ടി വരും. അപ്പൊ സക്സസ് ഓഫ് പ്രൊജക്ട് ഹൈലി ഡിപ്പെൻഡ് ഓൺ റിസ്ക് അനാലിസിസ് ഫേസ്. പ്രോപ്പർലി റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് മാനേജ് ചെയ്താലേ നമുക്കൊരു വലിയ പ്രൊജക്ട് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. ഹൈലി ഡിപ്പെൻഡ് ഓൺ റിസ്ക് അനാലിസിസ് ഫേസ്. ദെൻ ദിസ് ഡസൻറ്റ് വർക്ക് വെൽ ഫോർ സ്മോൾ പ്രൊജക്ട്. കാരണം സ്മോൾ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്വയർമെന്റ് വെൽ ഡിഫൈൻഡ് ആണ്, കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് വാട്ടർഫാൾ മോഡൽ നമുക്ക് യൂസ് ചെയ്യാം. ഹൈ എൻഡ് പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പൈറൽ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ സർക്കിളും നമുക്ക് തരുന്നത് ഡിഫറെന്റ് പ്രോട്ടോടൈപ്പ് ആണ്. സോ ദിസ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ സ്മോൾ പ്രൊജക്ട്, അത് ഓർത്തിരിക്കുക. ദെൻ വെൻ ടു യൂസ്, വെയർ ടു യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെൻ ദി റിക്വയർമെന്റ്സ് ആർ ഹൈ, റിസ്കിന്റെ ചാൻസ് കൂടുതലാണ്. റിക്വയർമെന്റ്സ് കോംപ്ലക്സ് ആണ്, അത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ വലിയ ടൈമുള്ള പ്രൊജക്റ്റ് ആണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നഫ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, നിതിൻ ബാബു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നഫ ഇനി നോട്ടൊന്നും വായിച്ചാൽ മനസ്സിലാവില്ലേ? റൈസ ഖാലിദ് നോട്ട്സ് നോക്കിയാൽ മനസ്സിലാവില്ലേ? സംഗീത്, സംഗീതം ഓക്കെ ആണോ? പ്രണവ് സി എന്ന് റെസ്പോണ്ട് ചെയ്തേ. നിഹാല, റസാന നിഹാല. മസ്ന ഓൺലൈൻ വന്നോ? മസ്ന ക്ലിയർ ആണോ? ഓക്കെ. അനക ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒരു 2 minutes കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ഒരു എക്സാമിന് ഈ എല്ലാ 4 മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ എക്സാമിന് ഈ മോഡലിനെയൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്ന ഒരു മോഡലാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ അല്ലെങ്കിൽ അഡ്ഹോക്ക് മോഡൽ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്പൈറൽ മോഡൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, നോട്ട്സ് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രോട്ടോടൈപ്പ് പറഞ്ഞു, വാട്ടർഫാളും പറഞ്ഞു, ഇൻക്രിമെന്റൽ മോഡലും പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളോടെല്ലാം ചോദിക്കും, ഇതിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊജക്റ്റിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഏറ്റവും ഫാൾട്ട് ആയിട്ടുള്ളത്, മീൻസ് ഏറ്റവും ഫ്ലോപ്പ് ആവാൻ പോകുന്ന ഒരു മോഡലാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് കമ്പാരിസണിൽ എപ്പം ചോദിക്കും, പക്ഷെ ഏറ്റവും ഫ്ലോപ്പ് മോഡലാണ്
വളരെ മോശമായ രീതിയിൽ നമ്മൾ പ്രൊജക്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ റിക്വയർമെന്റ് ഒന്നും കറക്റ്റ് പഠിക്കാണ്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളത് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്നുള്ള ഒരു മോഡലിലേക്കാണ് പോവുക. ഇത് വെച്ചായിട്ടായിരിക്കും എല്ലാം കമ്പയർ ചെയ്യാൻ ചോദിക്കുക. അപ്പം ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് നിങ്ങളൊരു ചെറിയൊരു ഡയഗ്രം വരയ്ക്കുക. ഇങ്ങനെ ഒരു ഡയഗ്രാം, ഇങ്ങനെ ഒരു ബോക്സ്, ഇങ്ങനെ ഒരു ബോക്സ്, ഒരു 3 ബോക്സേ ഉള്ളൂ ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ 3 ബോക്സേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ബോക്സ് ബിൽഡ് ഫസ്റ്റ് വേർഷൻ. ബിൽഡ് ആൻഡ് ഫിക്സ് മോഡലാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ബോക്സ് ബിൽഡ് ഫസ്റ്റ് വേർഷൻ. മോഡിഫൈ അണ്ടിൽ ക്ലയന്റ് സാറ്റിസ്ഫൈഡ്. ക്ലയന്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കുക, മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുക. മെയിൻ്റനൻസ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറയുന്നത്. ആരോ ഇടുക, ആരോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ആരോ ഇടുക. ദെൻ അണ്ടിൽ ക്ലയന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ദിസ് ഈസ് എ ലൂപ്പ്. കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ മെയിൻ്റനൻസ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ, ദർ ഇസ് എ ചാൻസ് ഫോർ മെയിൻ്റനൻസ് വന്ന കോഡ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കൊടുക്കുക. ഇതാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. ഇതിനെ പറയുന്ന പേരാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. ഈ ഒരു ഡയഗ്രാം വരക്കുക. എക്സ്പ്ലനേഷൻ ഇതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ കംപ്ലീറ്റ് റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫെമിലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ കോഡ് ചെയ്ത് തുടങ്ങുന്നു. ദെൻ സിസ്റ്റം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും അണ്ടിൽ ദി ക്ലയന്റ് ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അയാൾക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോഡ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. വി ഹാവ് ടു പെർഫോം മെയിൻ്റനൻസ്. ഫസ്റ്റ് ഒരു വേർഷൻ ഉണ്ടാക്കുക. നമ്മൾ നോളജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ഫസ്റ്റ് ഒരു വേർഷൻ ഉണ്ടാക്കി ദെൻ കണ്ടിന്യൂസ്ലി മോഡിഫൈയിങ് അണ്ടിൽ ക്ലയന്റ് ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലുള്ള ഒരു ഡയഗ്രാം നിങ്ങൾ ഓർത്തിരിക്കുക. ദിസ് ഈസ് നോൺ ആസ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. ഇനി ഇതിന്റെ നെഗറ്റീവ്സ്, ബിൽഡ് ആൻഡ് ഫിക്സ് മോഡലിന്റെ നെഗറ്റീവ് ആണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനോ ഡിസൈനോ ഇല്ല. സോ മെയിൻ്റനൻസ് എന്താണ്? വെരി ഡിഫിക്കൽട്ട്. വി ഡോണ്ട് ഹാവ് കറക്റ്റ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ. സോ മെയിൻ്റനൻസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദിസ് അപ്രോച്ച് ഈസ് സ്യൂട്ടബിൾ ഓൺലി ഫോർ സോഫ്റ്റ്വെയർ ഹാവിംഗ് 100 to 200 ലൈൻസ്. വെരി ചെറിയ പ്രൊജക്ട്, ഏറ്റവും ചെറിയ പ്രൊജക്ട് 100 to 200 ലൈൻസുള്ള പ്രൊജക്ടിന് മാത്രമേ നമ്മൾ ഈ ഒരു അപ്രോച്ചിലേക്ക് പോകാൻ പാടുള്ളൂ. വെരി സ്മോൾ പ്രൊജക്ട് ആണെങ്കിൽ ബിൽഡ് ആൻഡ് ഫിക്സിങ് ഈസ് ഓക്കെ. ചാൻസസ് ഓഫ് ഫാൾട്ട് ഹൈ ആണ്. നമുക്ക് എന്താണ്? കറക്റ്റ് റിസ്ക് മാനേജ്മെന്റോ ഡിസൈനോ ഒന്നുമില്ല. അപ്പൊ ചാൻസസ് ഓഫ് റിസ്ക് ആൻഡ് ഫാൾട്ട് ഹൈ ആണ്. ഇത്രയും കാര്യങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്യുന്ന, അതായത് സപ്പോർട്ട് ചെയ്യാത്തൊരു മോഡലാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. ഇനിഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ സിസ്റ്റം ഉണ്ടാക്കുന്നു. വി ഡോണ്ട് ഹാവ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഡിസൈൻ. സോ ഒക്കറൻസ് ഓഫ് ഫാൾട്ട് ഉണ്ടാവും. അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഭയങ്കര റിസ്ക് ആയിരിക്കും. 100 to 200 ലൈൻസ് ഒക്കെയുള്ള കോഡാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ലാർജ് പ്രൊജക്ട് ആണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യാനേ പാടില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഏറ്റവും ഡിസ്കറേജ് ചെയ്യുന്ന ഒരു മോഡലാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. ഇതുമായിട്ടാണ് എല്ലാം കമ്പാരിസൺ വരിക. അപ്പോൾ നിങ്ങൾ എഴുതണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിസ്കറേജിങ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ ഹാവിംഗ് 3 boxes. First we have to find the initial version. We have to modify until the client gets satisfied. Maintenance is performed later. 100 to 200 lines ആണെങ്കിൽ it is okay. More issues വരുവാണെങ്കിൽ പ്രോപ്പർ ഡിസൈനും ഡോക്യുമെന്റേഷനും ഇല്ല, റിസ്ക് ആണ്. ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ എൻഡ് ആയിട്ടുണ്ട്. ആസ് പെർ സിലബസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു റിവ്യൂ പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊന്ന് പറയാം. അത്രേ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ.
ഓക്കെ ആണോ ആകാശ് രാജ്? 2-3 സ്റ്റുഡൻസ് ഒന്ന് റിവ്യൂ ചെയ്തേ. ലാസ്റ്റ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, അത് ടൈം ആയതുകൊണ്ടാണ്. ഈ ഒരു കൺക്ലൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി തരാം. ഫസ്റ്റ് മൊഡ്യൂൾ ഓക്കെ ആണോ? എല്ലാരും വിശക്കുന്നുണ്ടോ? വിശന്ന് പോയോ എല്ലാരും? സ്പീഡിൽ അറ്റൻഡൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഫസ്റ്റ് ആകാശ് രാജീവ്. ആകാശ് രാജീവ് റെസ്പോൺസ് ഇല്ല. ഓക്കെ. അഭിനന്ദ് MC. അഭിനവ് കെ. സർ. അഭിനവ് ഏകദേശം മനസ്സിലായില്ലേ? ആ സർ. ഓക്കെ. ആദർശ് വി. സർ. ആദർശ് പോയി മുഖമെല്ലാം കഴുകി പോയി ബ്രേക്ക് എടുത്തോ. അദ്വൈത് M. സർ. ഓക്കെ. അജ്മൽ. അജ്മൽ റെസ്പോൺസ് ഇല്ല. അഖിൽ സി പോൾ. അനഘ. അജ്മൽ പ്രസന്റ് ആണോ? ഓക്കേടാ. അനഘ പ്രസന്റ് ആണ്. അഞ്ജലി ആർക്കെ? അഞ്ജലി വേഗം അറ്റൻഡൻസ് പോയി പറഞ്ഞ് ബ്രേക്ക് എടുത്തോ.